ചിമ്പു ചിമ്പുട്ടാ ചിമ്പു ചിമ്പു ഞാൻ നോക്കിയേ നമ്മുടെ ഈ റോസുമല രണ്ടാമതും പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഒരു പ്രാവശ്യം കൂടിയും പൂവുണ്ടാവും. അപ്പോഴേക്കും തണുപ്പ് തുടങ്ങിയിട്ട് ചിലതൊക്കെ എനിക്ക് തോന്നണം എല്ലാവരും വിരിഞ്ഞൊന്നും കിട്ടില്ല എന്ന് തോന്നണം. അതും നോക്കിക്കേ നല്ല വലിയ പെറ്റൽസാണ് ഇതിൻ്റെ. നല്ല ഭംഗിയാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല മണമെന്ന് പറഞ്ഞില്ലേ ഈ പൂവിന്. പിന്നെ അവിടെ നമ്മുടെ വെള്ളപ്പൂ ഉണ്ടായി നിന്നിരുന്ന അതിൻ്റെ കളർ മാറിയിട്ട് ഇപ്പം നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമെന്ന് പറയുക കളർ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കളർ വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇലയുടെ കളർ അങ്ങനെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രണ്ട് പൂവിൻ്റെ കളർ ഇലയുടെ കളറും കൂടിയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് കാണിക്കാം കേട്ടോ. നല്ല രസം. ഇപ്പോൾ ഇവിടെ നേരം വെളുത്ത് വരണല്ലോ കേട്ടോ. സമയം ഇപ്പോൾ 7 മണിയായിട്ടുള്ളൂ. നമ്മുടെ ചിമ്പൂട്ട് എന്താ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ചിമ്പൂട്ടാ നമ്മുടെ ഓണത്തിന് നമ്മൾ വെന്തിപ്പൂ പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുമ്പോൾ നോക്കിക്കുക 2-3 കൊമ്പൊക്കെ അതിന്മേന്ന് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടമാനം പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പൂ ഉണ്ടായിക്കണേന്ന് നോക്കിക്കേ. നമ്മൾ ഓണത്തിന് പൂ പറിക്കുമ്പോൾ ഇത്രയും പൂ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അവസാനമൊക്കെ ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവുകളൊക്കെ നല്ല ആഘോഷമായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരൊറ്റ കട കേട്ടോ. ഒറ്റ കടയുമ്പോൾ ഈ മാതിരി പൂ ഇട്ടേക്കുന്നുണ്ട്. നിറച്ചും പൂവാണ്. അവിടെ നമ്മൾ നട്ടേക്കുന്നത് ആപ്പിൾ മരം കേട്ടാ. അവിടെ ഒരു കസേര എടുക്കണില്ലേ, അതിൻ്റെ അവിടെ നട്ടേക്കണുണ്ടല്ലേ, അത് ആപ്പിളാ. ഈ 2 ആഴ്ച കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെയാണ് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴേ
പിന്നെ വെതറാന്ന് വെച്ചാലും അത്യാവശ്യം നല്ല ഒരു നമ്മുടെ ഊട്ടിയിലൊക്കെ ഒരു തണുപ്പാവും. ഇപ്പോഴും അത്യാവശ്യം ഒരു ചെറിയ തണുപ്പുണ്ട്, എന്നാലും അത്രയ്ക്കാണ് തണുപ്പായിട്ടില്ല. ആ സമയമാകുമ്പോൾ ഇലയുടെ കളർ മാറി ആ ഒരു തണുപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ. ആ സമയമാണ് ഇവിടെ ന്യൂയോർക്കിൽ ഏറ്റവും ഭംഗിയുള്ള സമയം. നമ്മുടെ ആസ്പിൻ നോക്കി അവിടെ എന്തോ സാധനത്തിനെ കണ്ടിട്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്നു. പക്ഷെ അവനൊന്നിനും പിടിക്കില്ല കേട്ടോ. അതിന് കാണണ്ടെന്ന് തോന്നുന്നു. അവനവിടെ നമ്മുടെ ഡാലിയ തോട്ടം ഉണ്ടല്ലോ അവിടെ പുല്ലിൻ്റെ കളറൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടത് ആ ഓടറിനോട് കിടന്നിട്ട്. ആസ്പിൻ ഞാൻ നോക്കിക്ക് ഇവിടെ നമുക്കൊരു ഡാലിയ ഉണ്ടായിരുന്നേ. അത് എല്ലാ വർഷവും നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് ഇതുമ്പോൾ പൂവ് ഉണ്ടാവാറുണ്ടായിരുന്നേ. ഈ വർഷം ഇതുമ്പോൾ നോക്കിക്ക് ഞാൻ കരുതി ഈ വർഷം ഇതുമ്പോൾ വളരെ കുറച്ച് പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അധികം പൂവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അത് ഇനി ഉണ്ടായി വരില്ല എന്ന് ചോദിച്ചു. പക്ഷേ അവസാനമായി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ നന്നായിട്ട് മുട്ടുകളൊക്കെ ഇട്ട് വരുന്നുണ്ട്. കണ്ട, ഇത് നമുക്ക് പണ്ടുള്ള ഡാലിയ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷത്തേക്കുന്ന ഡാലിയാണത്. അവിടെ നോക്കി ആ മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെ മാറിയിട്ട് ഇലകളൊക്കെ താഴെ വീണ് തുടങ്ങിയിട്ട് അതിൻ്റെ ഇലയുടെ കളർ പെട്ടെന്ന് മാറും. ഇനി ഇവിടെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടേക്ക് നിറച്ചും ചവറുകൾ വീഴും കേട്ടോ. പിന്നെ നമ്മൾ അവസാനം അതെല്ലാം കൂടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുള്ളൂ. കാരണം പിന്നെ അത് എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കേ. ചിമ്പുട്ട ചേട്ടനെ എങ്ങനെ പോയണേ? ചിമ്പു ചിമ്പു ചിമ്പുസി ചിമ്പു Aspen? ഇതെന്ത് ഫോട്ടോ പോസിന് കിടക്കണ പോലെ ഉണ്ടല്ലോ. ചിമ്പുവിൻ്റെ വാലാണ് ഏറ്റവും ഭംഗി. ചിമ്പു വാലിന് വേണ്ടി പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നതിന് കാണണം. ചിമ്പു ഓടി വാ, ആസ്പിൻ ചേട്ടൻ പോയി. അതാന്ന് നോക്കിക്കേ, നമ്മുടെ ഡാലികയമ്മ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മുട്ടൊക്കെ അന്ന് കുറേ ഇട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ പൂ കാണാൻ വേണ്ടിയിട്ട്. സീനിയ എല്ലാവരും വാടിയിട്ടാ, പക്ഷേ ഡാലിക രസമായിട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ ഉണ്ട് വേറെ കട. ഇത് എന്ത് വലിയ പൂവല്ല, എന്ത് വലുപ്പാന്ന് നോക്കിക്കേ. അതിങ്ങനെ മൂടി കിടക്കാം എന്നൊക്കെ. എന്താന്ന് നോക്കിക്കേ വലുപ്പതിന്. പിന്നെ സീനിയ തോട്ടത്തിൽ ഇപ്പം അങ്ങനെ ഒരുപാട് പൂവൊന്നുമില്ല. ഇതെല്ലാ പൂക്കളും എല്ലാവരും വാടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡാലിയ തോട്ടത്തിലെ പൂവുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളതിനെ ഈ തോട്ടത്തിൽ പൂവൊന്നും അങ്ങനെ കാണിക്കാനുണ്ടാവില്ല. സാധാരണ നമ്മൾ കാണിക്കുമ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. ഇത് അവിടെ വെള്ളപ്പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കളറൊക്കെ പോയിട്ടാ. പിന്നെ ഇത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പയറുകളെല്ലാവരും പോയിട്ടാ. ഇനി കുറച്ചും കൂടി പയറുണ്ട് കേട്ടോ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമരപ്പയറിന്, എനിക്കോണ്ട് ബീൻസിൻ്റെ പോലെ തന്നെയെന്നാണ് അമരപ്പയർ. അതിന് ചെറിയ തണുപ്പ് നല്ലതാണെന്ന് തോന്നുന്നു. അതുമ്മ ഇലയ്ക്കൊന്നൊരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ. അതുമ്മ ഇപ്പോൾ രണ്ടാമതും ഈ അമ്മയ്ക്ക് നിറച്ച് അതിൻ്റെ പൂവുണ്ടായി വരുന്നുണ്ട്, വെള്ളപ്പൂവ്.
പിന്നെ അതേ നമുക്ക് കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 2 കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട്. ഇത് നെയ്ക്കുമ്പളാട്ടാ. അത് ഞാൻ വിത്തിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസിൽ പച്ചക്കറികളൊക്കെ നമുക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് ഹണിഡ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, ഹണിഡ്യൂ ആയിരുന്നില്ല. അപ്പോൾ ഇതാട്ടാ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നമുക്ക് പച്ചക്കറികളൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ നമുക്ക് ക്യാൻലൂപ്പ് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിൽ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാനും എല്ലാവരും വാടിപ്പോയിട്ടാ. പിന്നെ ഉണ്ടല്ലോ, അവസാനം ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ അണ്ണാമാർ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയോ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. 5-6 നമ്മുടെ അണ്ണാമാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസിലെ പച്ചക്കറികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരിത് എല്ലാവരും വാടി തുടങ്ങിയിട്ടാ. ഇതായിരുന്നു നമ്മുടെ ക്യാൻലൂപ്പ്. ഇതിലും മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചപ്പോൾ ഇതുമ്പോൾ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ നമുക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 വന്നിട്ട് അണ്ണാൻ വന്ന് കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ 2ാമത് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഇനി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ അവസാനത്തെ, അതായത് കുഞ്ഞിതൊക്കെ ഇതേ ഉണ്ടായി വരണം. പക്ഷേ ഇതൊന്നും അത്രയ്ക്ക്
ഇതാ കുഞ്ഞിത് ഇതൊന്നും ഇനി അത്രയ്ക്ക് ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടില്ല. ഇതാ ഒരെണ്ണൂടെ കിടക്കുന്നുണ്ട് പറിക്കാറായിട്ട്. പക്ഷെ അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിന് വലിപ്പമില്ല കേട്ടോ. അത് ചെറുതാണ് കണ്ട, അത്യാവശ്യം വലിപ്പമുണ്ട്. ഇനിയിപ്പോൾ പറിച്ചെടുക്കാം. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു നല്ല വലിപ്പമുണ്ടായിരുന്നു. ആ ഒരെണ്ണം അതേപോലെ തന്നെ വേറെ ഒരെണ്ണോടി ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. 2-3 വന്നിട്ട് അണ്ണാൻ വന്നിട്ട് എടുത്തിട്ട് കഴിച്ചിട്ട് പോയി. ഇതാണ് ഇതിൻ്റെ നമ്മുടെ ചീരയൊക്കെ വലുതായത് നോക്കിക്കേ. ചീരയുടെ വിത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് മുളച്ചോളൂ. എന്നാലും കുറച്ച് വിത്ത് എടുത്ത് വെക്കണം. പിന്നെ അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ലേ. അപ്പോൾ പാവയ്ക്ക ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ കടയിൽ നമുക്ക് പാവയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ആ കടയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാവയ്ക്കകൾ. പറിച്ചെടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ കത്രികയും കൊണ്ടൊന്നും പറിക്കണില്ല, കാരണം ഇതിപ്പോൾ ഓൾറെഡി എല്ലാം വാടി കഴിഞ്ഞല്ലോ. അത്യാവശ്യം എനിക്ക് ഉണ്ടായി കിട്ടി. പറിക്കണേ, അല്ലാണ്ട് കിട്ടണില്ല. ഇത് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ഉണ്ടായതൊക്കെ അത്യാവശ്യം നല്ല വലിയ വലിയ പാവയ്ക്കകളായിട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിമ്മട്ടം മാറിക്ക്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഓരോരോ സ്ഥലത്തു നിന്ന് ഓരോന്നായിട്ട് നമുക്ക് കിട്ടിയത്. കുറച്ച് മാറി നിന്നേ അങ്ങോട്ടേക്ക്. നമ്മുടെ പാവയ്ക്കത് മോന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവസാനമായപ്പോഴും അതാട്ടോ ചെറുതായത്. ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ വേറെ വളങ്ങളൊന്നും ഇടണമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അന്ന് ഇല നിറച്ചിട്ട് തന്നെ, അല്ലാണ്ട് ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ആദ്യം നമ്മൾ ഈ തോട്ടം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇലകൾ കൊണ്ടുവന്നിട്ടല്ലേ, ഇതിനകത്ത് ചവറുകൾ കൊണ്ടുവന്നിട്ടല്ലേ നിറച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഡോറടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാ. ചിമ്പൂന്ന് അവിടെ കിടക്കട്ടെ. ഈ അധികം മൂക്കാത്തതിൻ്റെ കുരു ഞാൻ കളയണില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ രാവിലെ തന്നെ എൻ്റെ അടുത്ത് വേറെ കുറച്ച് പാവയ്ക്ക ഞാൻ നേരത്തെ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ നേരത്തെ കൂട്ടിയിട്ട് കുറച്ച് നേരം മുമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം മറ്റേ പാവയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ നമ്മളെ പാവയ്ക്ക നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടെ. ഞാൻ സാധാരണ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുള്ള കട്ട് ചെയ്യാറ്. എൻ്റെ വീഡിയോ നിങ്ങൾ ഒരു വർഷം തെറിച്ച് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാനങ്ങനെ കട്ടിങ് ബോർഡും വെച്ചിട്ട് ഞാനങ്ങനെ സാധാരണ ഒന്നും കട്ട് ചെയ്യാറില്ല. പിന്നെ മീറ്റൊക്കെ, പിന്നെ ഫിഷ് മീറ്റൊക്കെയാണ് മാത്രമേ നമ്മൾ കട്ടിങ് ബോർഡ് ഞാൻ എടുക്കാറുള്ളൂ. നമ്മുടെ പാവയ്ക്ക കട്ടിങ് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞില്ലേ, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. ഒരുപാട് ഉപ്പൊന്നും ഇട്ടേണ്ട ആവശ്യമില്ല. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇത് നമ്മളിവിടെ വെയിലില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. ഇത് നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യുന്ന പാത്രം കേട്ടോ, അതിൻ്റെ ട്രൈ ചെയ്യണത്. അപ്പോൾ ഈ അടുത്തത് ഞാനിവിടെ നമ്മുടെ അലുമിനിയം ട്രെയിലൊക്കെ വെക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് വലിപ്പമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഓവൻ ഞാൻ ഓണാക്കിയിട്ട് വാമെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതാ നോക്കിക്കേ, അതിനകത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ വാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിൽ ഇട്ടിട്ട് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ എത്ര വെക്കാൻ വേണ്ടിയിട്ട് പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെക്കാം കേട്ടോ. ഒരു 150 ഫാരനൈറ്റ്. സെൻറ്റിഗ്രേഡൊക്കെ ആകുമ്പോൾ ഒരു 70 സെൻറ്റിഗ്രേഡിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ വാമാകുമ്പോൾ ഓട്ടോമാറ്റിക് അത് അഡ്ജസ്റ്റ് ചെയ്തോളും. ഒരുപാട് വലിയ ചൂട് വരില്ല. ഇതാ അപ്പോൾ നമ്മൾ ഓവൻ്റെ ഉള്ളിൽ ചെറിയ ചൂടിൽ ഇത് നമ്മൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും അടിയിൽ ട്രേ ഇല്ല. അടിയിൽ സാധാരണ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടില്ല, ബേക്കൊക്കെ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരുപാട് ചൂട് വരാത്തതുകൊണ്ട് ഞാൻ ആ ട്രേ അതിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. മറ്റേത് മുകളിലും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി ഉണ്ട്. എൻ്റെ 2 ഡോറുള്ള ഓവനാണ്, പക്ഷെ ഞാൻ ഒരെണ്ണം ഓണാക്കണുള്ളൂ. ഈ ഇടയ്ക്ക് തിരിച്ച് മറിച്ച് വിടാം. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കട്ടെ. ഞാൻ തുറന്ന് വെച്ചിട്ട് അത് സൗണ്ട് ഉണ്ടാക്കണേ.
ചിമ്പുവിനെ കൊല്ലരുതിട്ടാ. കൊമ്പളൊക്കെ ഒന്ന് വെട്ടി നിർത്തണം. I don't think it's coming back. Oh. അന്ന് ഈ താറാവ് ഈ ഗ്രീൻ ഹെഡ് ശരിക്കും പൊതിയതാ? No, you can't now.
പയർ വേണോ? അധികം പയറില്ലടോ കൂട്ടാ. ചിമ്പുടാ ചിമ്പുടാ ചിമ്പു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേപോലത്തെ 3 മമ്മാട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഭയങ്കര വലുതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അത്രയ്ക്ക് വലുപ്പമില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെ നമ്മളെ പിടിച്ചു വന്നില്ല കേട്ടോ. അത് നമ്മൾ കുറച്ച് ഭയങ്കര ലേറ്റായിട്ടാണ് നട്ടത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ 1 മാസം മുമ്പ് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ നട്ടിട്ടുണ്ട്. പക്ഷെ അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുമേത്തെ ആദ്യം ഉണ്ടായിരുന്ന പൂവൊക്കെ പോയിട്ട് ഇപ്പോൾ രണ്ടാമത് വേറെ മുട്ടുണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം. നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ മമ്മൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെ മമ്മെന്നാട്ടോ ഇവിടെ പറയണത്. ഇത് നമ്മളിപ്പോൾ 3 കളറാണ് വാങ്ങിച്ചത്. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പ്ലാസ്റ്റിക് പൂവിൻ്റെ പോലെ ഇരിക്കുക. നല്ല ഭംഗിയുള്ള കളറാണ് അത്. പിന്നെ ഇത് വേറെ കളറ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അത് നല്ല രസമുള്ള കളറാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു കളറാണ് ഇത്.
ഇനിയും ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി മുട്ടുകൾ വിരിയാനുണ്ട് കേട്ടോ. നിറച്ചിങ്ങനെ പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല രസമാണല്ലോ. ഇതിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത് പിടിച്ചു വരുമെന്ന് വിചാരിക്കണം. കാരണം നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ നട്ടിട്ടുണ്ട്. നമ്മളിത് വാങ്ങിച്ചിട്ട് ചട്ടിയിൽ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എന്തായിരുന്നാലും അടുത്ത വർഷത്തേക്ക് ഇത് എന്തായിരുന്നാലും പിടിക്കില്ല. ഇതിൻ്റെ വേര് നമുക്ക് തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പിടിച്ച് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കതും പിന്നത്തെ വർഷത്തേക്ക് വരും. ചിലത് അങ്ങനെ വരില്ല കേട്ടോ. ഇതായിരുന്നു നമ്മൾ ആദ്യം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആ പൂവൊക്കെ കരിഞ്ഞൊക്കെ എന്തിനാണ് കാണണത്. ഇതുമ്പോൾ രണ്ടാമതും കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ അതുമ്പോൾ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേരെ പടിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 1 മാസമായല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് നാളെ അല്ല, ഇനി നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നമ്മുടെ വാഴ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വാഴ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ആ വാഴ നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിനി തണുപ്പ് ഐസൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ആ വാഴക്കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചവറൊക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ അത് പിന്നത്തെ വർഷത്തേക്ക് അത് പിടിച്ച് വരുമെന്ന് വിചാരിക്കണം. പക്ഷേ ഇവിടെ വാഴയുമ്പോൾ കൊലയൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ നമുക്കിങ്ങനെ വാഴല എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും.